നമസ്കാരം. ഇതൊരു പള്ളിയിലച്ഛൻ ഒരു വീട്ടമ്മനെ ചതിച്ച് കള്ളവെടി വെച്ച സംഭവം. ഇപ്പം അടുത്ത് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഞായറാഴ്ച ഞാൻ എറണാകുളത്തൊരു വിവാഹത്തിന് പങ്കെടുക്കാൻ പോയിരുന്നു. അപ്പം അവിടെ വെച്ച് എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു, നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്, ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പാരിഷ് ഹാളിലാണ് ഫുഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഫുഡിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ പോയി സംസാരിച്ച്. അപ്പോൾ അത് മറ്റൊരു വീട്ടമ്മ, ഇവരുടെ തന്നെ ബന്ധത്തിൽപ്പെട്ട ഒരു വീട്ടമ്മനെ പള്ളിയിലെ ആ ഇടവലത്തല്ല പിടിച്ച് ഊക്കിയ സംഭവം. അത് പറഞ്ഞതിന് മുമ്പ് ഈ ആണുങ്ങളുടെ വാണാടീനെ പറ്റി പറഞ്ഞുതരാം. ഈ വാണാടി എന്ന് പറയുന്ന സംഭവം മതങ്ങൾ പറയും തെറ്റാണ്, കുറ്റമാണ്, നരകത്തിൽ പോകണം, പാപമാണ്, അങ്ങനെ എങ്ങനെയാണ്. അതായത് അന്യൻ്റെ ഭാര്യനെ മോഹിക്കരുത് എന്നൊക്കെ പറയും. വാണടിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ ഒന്ന് മോഹിച്ചിട്ടൊക്കെ സീൻ കണ്ടിട്ടല്ലേ അടിക്കുള്ളൂ. പക്ഷെ വാണടി കൊണ്ട് എന്തെങ്കിലും ദൂഷ്യം ഉണ്ടായതായിട്ട് സയൻസ് എവിടെയും തെളിയിച്ചിട്ടില്ല. ചെയ്യാണ്ടിരുന്നല്ല ദൂഷ്യം. ചെയ്യാണ്ടിരുന്ന ദൂഷ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സെക്ഷുവലായിട്ടുള്ള എന്തെങ്കിലും വികാരങ്ങൾ കണ്ട് സീൻ കണ്ട് നമ്മൾ കുളിമുറി കയറി ഒരു വാണടിച്ചാൽ ഒരു മെൻ്റലി ഒരു റിലാക്സേഷന് തലച്ചോറ് അല്ലെങ്കിൽ അത് തന്നെ ആലോചിച്ച് നമ്മുടെ സാധനം എപ്പോഴും കമ്പിയായിട്ട് നിൽക്കും. ഇത് തലച്ചോറിനൊരു റിലാക്സേഷനാണ്. പിന്നെ എന്തൊക്കെയോ കെമിക്കൽസ് തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുമെന്നാണ് ഞാൻ വായിച്ചറിഞ്ഞത്. വാണടി നല്ലതാണ്, പിന്നെ തടിക്ക് നല്ലതാണ്. തടിക്കെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് വികാരം കൂടി ഒന്നും അടിച്ച് കളഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് തന്നെ ആലോചിച്ച് നിൽക്കില്ല. സെക്ഷലായിട്ടുള്ള ക്രൈം റേറ്റ് കുറയും. നമുക്ക് അധികം വികാരം വന്ന് നമ്മൾ കുളിമുറി കയറി ഒരു വാണടിച്ചാൽ കഴിഞ്ഞ്. ഇതിങ്ങനെ മൂപ്പിച്ച് നടക്കുമ്പോഴാണ് തോന്നുന്നത്. അങ്ങനെയാണ് കേസിലൊക്കെ പെടുക, ഇടി കിട്ടുകയൊക്കെ ചെയ്യുക. അതാണ് ഞാൻ പറയാം, തടിക്ക് നല്ലതാണെന്ന് പറയാം. ഇടി കിട്ടി പോലീസ് കേസൊക്കെ ആയി മാനക്കേട് പേപ്പറിൽ ഫോട്ടം വന്നാലൊക്കെ എന്തിനു കൊള്ളാം. അച്ഛന്മാരാണ് പറഞ്ഞത് വാണടിക്കുന്നത് തെറ്റാണ്, കുഞ്ഞാടുകളാണ്. രൂപന്മാരെ അസലായിട്ട് വാണടിക്കും. അച്ഛന്മാർക്കൊക്കെ എന്താ പണി? എനിക്ക് കേട്ടോ, ഞാൻ യുവന്മാർ വാണടിക്കണ കണ്ടിട്ടൊന്നുമില്ല. പക്ഷേ യുവന്മാർ വീടുകളിൽ കയറി പണിയെടുക്കും. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട സ്ത്രീയാണ് എന്നോട് പറഞ്ഞത്. എൻ്റെ ഏകദേശം പ്രായക്കാർ തന്നെ ഇടാപോടാന്നൊക്കെ വിളിക്കാൻ പറ്റിയ സ്വാതന്ത്ര്യമുള്ള അവളുടെ റിലേഷൻ, അവളുടെ ഹസ്ബൻഡിൻ്റെ ഒരു വീട്ടമ്മക്ക് പറ്റിയൊരു കുഴപ്പം. അവളുടെ ഇടവകയിലെ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് ഒരാൾ പിടിച്ച് കളിച്ചു. ഒരു വട്ടമല്ല പല വട്ടവും കളിച്ചപ്പോൾ ഇവൾക്ക് കുറ്റബോധം ഇളകി. കാരണം വ്യഭിചാരം തെറ്റാണെന്നല്ലേ മതം പഠിപ്പിക്കണം. എന്നാൽ ആ തെറ്റ്, ആ പാപം ഒന്ന് കഴുകി കളയാൻ കരുതി പള്ളിയിൽ പോയി അച്ഛൻ്റെ അടുത്തുനിന്ന് കുമ്പസാരിച്ച് കഴിഞ്ഞപ്പോൾ ഈ പെണ്ണ് നല്ല അസല് ചിരക്കാണ്. ഞാൻ അന്ന് കണ്ടിട്ടും കൂടി നല്ല എനിക്ക് തന്നെ ഒന്നും കൊടുക്കാതെ മതി. സത്യം ഒരു നൈസ് സാരിയൊക്കെ കൊടുത്തിട്ട് ചടിയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് കാണാം. പള്ളിയിൽ അച്ഛന് സാധനം പൊങ്ങിയില്ലെങ്കിൽ അതിശയമുള്ളൂ. അങ്ങനെ ഈ അച്ഛൻ്റെ അടുത്ത് ഈ ഓരോ ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഈ ഇടവക അംഗങ്ങൾ. അപ്പോൾ ഈ പെണ്ണിൻ്റെ നമ്പർ അങ്ങനെ അച്ഛൻ്റെ അടുത്തുണ്ട്. ഈ പെണ്ണിൻ്റെ ഭർത്താവ് സ്ഥലത്തില്ല, എവിടെയോ ദൂരത്താണ്, വിദേശത്ത് എവിടെയാണ്. അച്ഛൻ ഈ പെണ്ണിനെ ഫോണിൽ വിളിച്ചിട്ട് ഓരോ കുശലങ്ങൾ പറയാനൊക്കെ തുടങ്ങി. പിന്നെ അച്ഛന് റൂട്ട് മാറി. അപ്പോൾ ഇവളും അച്ഛനല്ലേ, വികാരി അച്ഛനല്ലേ, ഒരു സിംഗിൾ മാനല്ലേ, എന്താ പറയാനുള്ള ക്യൂരിയോസിറ്റിക്ക് ഫോൺ കയ്യിൽ ചെവിയിൽ പിടിച്ച് നിൽക്കുമ്പോൾ അച്ഛൻ പറഞ്ഞതൊക്കെ മറ്റേ വർത്തമാണ്. അപ്പോൾ ഇവളാണെങ്കിൽ കുറച്ച് കടിയുള്ള സൈസുമാണ്, അച്ഛൻ കാണാൻ സ്മാർട്ടുമാണ്. എന്താ പറയുക, തടിയുടെ വളവും ആശാരിൻ്റെ കുഴപ്പം രണ്ടും കൂടിയാണ് ഒത്ത്. അല്ലാണ്ട് അച്ഛനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. അപ്പം അച്ഛൻ പറഞ്ഞു പറഞ്ഞെന്താ, ഞാൻ ആ കുമ്പസാരം കേട്ടതിന് ശേഷം എനിക്ക് ഉറങ്ങാൻ കഴിയില്ല. ഞാൻ ഒരു മനുഷ്യനാണ്, എനിക്ക് വികാരം സഹിക്കാൻ പറ്റില്ല. ഞാൻ ഒരു പെണ്ണിനെ ഇതുവരെ അനുഭവിച്ചിട്ടില്ല. എനിക്കിതുവരെ ഒരു പെണ്ണിൻ്റെ നഗ്ന ശരീരം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വ്രതം എടുത്ത് നടക്കുന്ന ആളാണ്, പള്ളിയിലെ അച്ഛനാണ്, വൈദികനാണെങ്കിലും എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതാണ് ഇതാന്നൊക്കെ പറഞ്ഞ് ഇവളെ കമ്പിയാക്കി. ഒരു ദിവസം നട്ടുച്ചക്ക് മേടയിൽ വിളിച്ച്
അച്ഛൻ്റെ മേടേക്ക് വരാൻ പറഞ്ഞ. നട്ടുച്ചക്കൊന്നും ചിലപ്പോൾ ആരും ഉണ്ടല്ലോ, അവർക്കറിയാം അവരുടെ മേടയിൽ ആരൊക്കെ എപ്പോൾ വരും. പിന്നെ ഉണ്ട് അധികം കാമത്ത് കഴപ്പങ്ങോട്ട് കയറുകയുണ്ടല്ലോ, ഒരു ധൈര്യം വരാണ്ട് പിടിക്കുകയാണെങ്കിൽ പിടിച്ചോട്ടെ. അങ്ങനെ ഇവള് ചെന്നു. അപ്പോൾ ഇവളെന്തോ പേരിനെന്തോ ഫുഡ് എന്തൊക്കെയോ കയ്യിൽ പിടിച്ചാൽ പോയേക്കണം. ആരെങ്കിലും കണ്ടാൽ അച്ഛനെന്തെങ്കിലും സ്പെഷ്യൽ കൊണ്ടുപോകണമെന്ന് പറയാം. അച്ഛൻ്റെ മുറിയിൽ ഇവളെ നഗ്നയാക്കി അച്ഛൻ ഇവളെ ചെയ്യാത്ത അതിവിദഗ്ധമായിട്ട് എല്ലാ പിള്ള തുണികളൊക്കെ മെല്ലെ അഴിച്ച് സെൻറ്റി വരെ അഴിച്ച് കിടത്തി നക്കലും പിടിക്കലും ഒക്കെ ചെയ്തു കൊടുത്തപ്പോൾ തന്നെ ഇവൾക്ക് മനസ്സിലായി അച്ഛൻ കള്ളം പറഞ്ഞാണ്. അച്ഛൻ അസല് പണിക്കാരനാണ്. ആദ്യമായിട്ട് ചെയ്യണ ഒരാളുടെ പണിയും ഇവളങ്ങനെ ഫ്രഷ് ആളെന്നല്ലല്ലോ, ഇവളും കടിമൂത്ത പെണ്ണ. പല ആൾക്കാരും ഇവളെ സാമ്പിൾ നോക്കിയിട്ടുണ്ട് പല കാലഘട്ടങ്ങളിലും. കല്യാണത്തിന് മുമ്പ് അവൾക്ക് ബന്ധം ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ ഇവളായിട്ട് വല്ലാണ്ട് അടുപ്പില്ലെങ്കിലും അറിയും. ഈ സംഭവം പറഞ്ഞപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ അവളോട് ചോദിച്ച് മനസ്സിലാക്കി. തുടക്കം മുതൽ പറഞ്ഞാൽ എന്നാലും ഇതിനൊരു സോൾവിങ് ഉള്ളു. അപ്പം അച്ഛൻ പണിക്കാരനാണെന്ന് നമുക്ക് മനസ്സിലായി. അവർ ഫസ്റ്റിൽ പരിപാടി എടുക്കുന്ന ഒരാൾക്കൊന്നും എന്തൊന്നും ചപ്പി കൊടുക്കാനും അങ്ങനത്തെ ബാഹ്യലീലകളും എന്താ പറയുക ഫോർ പ്ലേ ഒന്നും ചെയ്യാൻ കഴിയൂല. അച്ഛൻ നല്ലോണം ഫോർ പ്ലേ ചെയ്തിട്ടാണ് കളിച്ചത് പറഞ്ഞു. അപ്പോൾ ഇവൾക്ക് മനസ്സിലായി അച്ഛൻ കള്ളം പറഞ്ഞാണ്. എന്നാലും സംഭവം രസം. ഇങ്ങനെ പിന്നെ അച്ഛനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കൽ തുടങ്ങി. പിന്നെ ഇവൾക്ക് പേടിയാണ്. കാരണം പള്ളിയിൽ അച്ഛനായിട്ടൊക്കെ ഒരു കോണ്ടാക്റ്റ് ഉണ്ടായി. ഈ വ്യക്തി എന്നൊക്കെ അച്ഛൻ എന്നൊക്കെ പറയുമ്പോൾ പലരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. വീട്ടിൽ വിളിച്ച ഒരാളെ കേട്ടണ പോലെ അല്ല ഇത്, ഹൈ റിസ്ക്കാണ്. അപ്പോൾ ഇവള് ചെല്ലൂല പറഞ്ഞു. ചെല്ലൂല എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ റൂട്ട് മാറ്റി. നിൻ്റെ നേക്കഡ് ഫോട്ടോസും സീനുകളൊക്കെ എൻ്റെ അടുത്തുണ്ട്, ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടൂല, എൻ്റെ അടുത്ത് ആളുണ്ട്, നിങ്ങൾക്ക് പിന്നെ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല, എവിടെയും ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും. ഭീഷണി. അപ്പോൾ ഇവൾക്ക് ധർമ്മസങ്കടമായി. അങ്ങനെയാണ് എൻ്റെ കുടുംബത്തിലുള്ള ഇവളോട് ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ അവൾ പറയുന്നത് നമുക്ക് പറ്റിയ ഒരാളുണ്ട്. കാരണം ഇത് പോലീസ് കംപ്ലൈൻ്റ് ആക്കാൻ പറ്റില്ല. കാരണം ഇവളൊരു വീട്ടമ്മ, മറ്റൊരുത്തൻ്റെ ഭാര്യ. പിന്നെ ചില പെണ്ണുങ്ങൾക്ക് കഴപ്പ് കൂടുതലാണ്. ചെറിയൊരു പ്രൊവോക്കേഷൻ ഉണ്ടല്ലോ അവർ കിടന്നു കൊടുക്കും. പിന്നെ ഈ കുറ്റബോധം വരുമ്പോഴാണ് ഈ വൃത്തിയിട്ടവന്മാരടുത്ത് കുമ്പസാരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ആർക്കെങ്കിലും കളിക്കാൻ കൊടുത്ത പൊന്നാര സഹോദരിമാർ അച്ഛന്മാരുടെ അടുത്ത് പോയി ഈ കാര്യം കുമ്പസാരിക്കരുത്. ഒരുത്തൻ മറ്റൊരുത്തന് പരിപാടിക്ക് കൊടുത്തുനിന്ന് കർത്താവിനോട് ദൈവത്തിനോട് നേരിട്ട് പറഞ്ഞു പശ്ചാത്തപിക്ക്. ബമ്മാനോട് പറഞ്ഞു, ഇവന്മാരും ഊരും ഷഡ്ഡി. അച്ഛൻ അനവധി പ്രാവശ്യം കളിച്ച് അവസാനം നിക്കകളില്ലാണ്ടാണ് എൻ്റെ അടുത്ത് ഈ സംഭവം പറഞ്ഞത്. ഞാൻ പറയാം അത് ഞാൻ സോൾവ് ചെയ്തത്, ഇതൊക്കെ സിമ്പിൾ കേസാണ്. ഒരു കാര്യം ചെയ്യാം, അച്ഛൻ്റെ നമ്പർ കണ്ട് തരി. ഇനി അച്ഛൻ വിളിച്ചാൽ എടുക്കണ്ട. ഇന്നിപ്പോൾ ഏതായാലും ഞാൻ നാട്ടിൽ പോയിട്ടൊന്നും അയാളെ വിളിക്കൂല, ഞാൻ നാളെ അയാളെ വിളിച്ചോളും. പിന്നെ ഒരു ഒറ്റ കോള് നിനക്ക് വരില്ല അറിയാം. അതെങ്ങനെ? അയാൾ അങ്ങനെ പേടിക്കുന്ന ആളൊന്നുമല്ല, നല്ല ധൈര്യശാലിയാണ്. ആദ്യം അയാൾ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചൊരു പെണ്ണിനെ തൊട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ലൊരു ഇതാണ്, വൈദികനല്ലേ, വൈദിക ശാപം കിട്ടണ്ട, ആ ഒരു പെണ്ണിൻ്റെ രുചി എന്ന് അറിഞ്ഞോട്ടെ. ആ നേരത്തെ ഞാൻ മനസ്സ് കൈവിട്ട് പോയി, വീണുപോയി, അങ്ങനെ കൊടുത്തതാണ്. പക്ഷെ പിന്നെ അയാളോട് അടുത്ത് കഴിഞ്ഞപ്പോൾ അയാൾ ക്രൂരനാണ്, അസല് പണിക്കാരനാണ്. അയാൾ പ്രകൃതി വിരുദ്ധം വരെ സാധനം വായിലെടുപ്പിക്കൽ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു കരിമ്പിൻ തോട്ടത്തിൽ ആന കയറിയ പോലെ എന്നാണ് എന്നോട് ആ പെണ്ണ് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം വൈകുന്നേരം ഞാൻ വിളിച്ച്, ഇന്ന് ഇടവേല വികാരിയല്ലേ ചോദിച്ചു. അതെ, ആരാ സംസാരിക്കുന്നത്? ഞാൻ പറഞ്ഞു ഫോണ് കട്ട് ചെയ്യരുത്, കട്ട് ചെയ്താൽ നിനക്ക് നാശം, ഞാൻ പറയണ മുഴുവനും കേൾക്കണം. ആരാ, എന്താ? ഫസ്റ്റിൽ തന്നെ ഞാൻ പറഞ്ഞു ഫോണ് കട്ട് ചെയ്യരുത്, കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാശമാണ്, നിങ്ങളെ വൈദിക പട്ടം വരെ പോണ സംഗതിയാണത്, കട്ട് ചെയ്യൂല, പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പം എൻ്റെ ടോണ് മാറി. എടാ അമ്മായിരാ, നീ എൻ്റെ അടുത്തൊക്കെ ഓരോ വീട്ടമ്മമാർ ആറാം പ്രമാണം ലംഘിച്ചെന്നൊക്കെ പറഞ്ഞ് വന്നാൽ കുമ്പസാരിക്കാൻ വന്നാൽ നീയൊക്കെ പിന്നെ അവളുടെ തണ്ടി ഊരി പണി കളിക്കലാണ് ആ പണി വെച്ച്. അതാണ് നിന്നെ പഠിച്ച സെമിനാരിൽ നിന്ന്, അല്ലെങ്കിൽ കർത്താവ് പഠിപ്പിച്ചതാ. നീ പാപമോചനം കൊടുക്കണം, നിൻ്റെ സാമാനം കൂടി അതിൽ കയറ്റിട്ടാ.
അപ്പം അച്ഛനെ ഏകദേശം സുഖമായിട്ട് മനസ്സിലായി. പിന്നെ ഏത് പെണ്ണിൻ്റെ ആളാണെന്ന് അറിഞ്ഞാൽ മതി. അച്ഛന് ഈ ഒരു പെണ്ണ് മാത്രമല്ലല്ലോ, ഏത് പെണ്ണിൻ്റെ കാര്യം, ഏത് പെണ്ണിൻ്റെ കാര്യം അച്ഛൻ ഇൻഡയറക്റ്റായിട്ട് എന്നോട് ചോദിച്ചു. ഏത് പെണ്ണിൻ്റെ കാര്യമൊന്നും അറിയണ്ട, ഈ പെണ്ണിൻ്റെ പേര് ഞാൻ അങ്ങോട്ട് പറഞ്ഞു. ഇനി മേലാൽ അവളുടെ ഫോണിലേക്ക് നിൻ്റെ കോളോ വാട്സപ്പ് മെസ്സേജോ ചെന്നാൽ എൻ്റെ അടുത്തൊരു നിൻ്റെയൊക്കെ ഓഫീസിലൊക്കെ ഉണ്ടാവുമല്ലോ ലെഡ്ജറിൽ വരക്കണ റൂൾ തടി, മാർക്ക് ചെയ്യണം, ഉരുണ്ട പടി. ഇപ്പം അതൊന്നും ഉപയോഗമില്ല, ഇപ്പം കമ്പ്യൂട്ടറിലല്ലേ. പക്ഷെ പണ്ടുണ്ടായി നിൻ്റെ മേടല മേശപ്പുറത്ത് ഉണ്ടാവാൻ ഉരുണ്ട പടി, റൂൾ തടി എന്ന് പറയും. അതും കൊണ്ട് ഞാൻ പറയും എൻ്റെ അടുത്തുണ്ട് റൂൾ തടി. ഇതിൻ്റെ സാമാനം ഉണ്ടല്ലോ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടല്ലോ, ഇഞ്ച ചതക്കണ പോലെ ഞാൻ ചതക്കും. ആരാ സംസാരിക്കണമെന്ന് വെച്ചെന്നോട്. ഞാൻ ആരാണെന്ന് അറിഞ്ഞിട്ട് നീ ഇത് എൻ്റെ വാക്കുകൾ സ്വീകരിക്കുള്ളൂ. ഞാൻ പറഞ്ഞുതരാം, എൻ്റെ പേരും ഞാൻ ആരായിരുന്നെന്നും ഒക്കെ കറക്റ്റാണ് പറഞ്ഞു കൊടുത്തത്. ഇനി ആ ഒരു ഒറ്റ കോൾ അവളുടെ ഫോണിലേക്ക് പോകരുത്. അതുപോലെ ഇനി നീ ഇതേപോലെ കൃഷി ഇടവകയിൽ വേറെ നടത്തണമെങ്കിൽ അതും സ്റ്റോപ്പ് ചെയ്തോ. കാരണം നിൻ്റെ മേടയിൽ ഇനി ഒരു ഒറ്റ സ്ത്രീകൾ വന്നാലും ഏത് സ്ത്രീ വന്നാലും ശ്രദ്ധിക്കാൻ ഞാൻ ആളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇനി നിൻ്റെ മേടയിൽ നീ ഏതെങ്കിലും പെണ്ണുങ്ങളെ വിളിച്ച് നട്ടുച്ചക്ക് കയറ്റുക, അവിടെ വളയും പിടിക്കും. ഇതിനുള്ള അറേഞ്ച്മെൻറ്റൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനുള്ള ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലുള്ള കടക്കാരും ഒക്കെ ഈ കൊട്ടിപ്പാടി നടക്കുന്ന ആൾക്കാരല്ല, വിശ്വസ്തരായിട്ടുള്ള ആൾക്കാർ നിന്നെ രഹസ്യമായിട്ട് വാച്ച് ചെയ്യും. പറ്റുമെങ്കിൽ നീ അവിടെ നിന്ന് ട്രാൻസ്ഫർ വാങ്ങിപ്പോ. ഇല്ല, എവിടെ പോയാലും നിൻ്റെ സാമാനം ഇനി എണീറ്റ, അല്ലെങ്കിൽ നീ ലോഹം ഊരിയിട്ട് പോടാ. ലോഹം ഊരിയിട്ട് നീ ഒരു പെണ്ണിനെ കെട്ടി നിൻ്റെ കഴപ്പാട് മാറ്റി. അല്ലാണ്ട് മര്യാദ കിടക്കണ വീട്ടമ്മമാർ ഒരു അബദ്ധം പറ്റിയെന്ന് പറയുമ്പോൾ ദൈവത്തോട് പറയണ പോലെ വിശ്വസിച്ച് നിന്നോട് പറഞ്ഞ കുമ്പസാര രഹസ്യം മുതലെടുക്കല്ലേ വൃത്തിയാട്ടെ അവനെ. നീ ഇനി അങ്ങനെ ചോദിച്ച് ഇനി ചെയ്യൂല ബ്രദറെ, ചെയ്യൂല ബ്രദറെ. എടാ ബ്രദറും അച്ഛനൊക്കെ നിങ്ങൾ തമ്മിൽ വിളിച്ചാൽ മതി. സെമിനാരിൽ നിൽക്കണവന്മാരും ഈ പേരൊക്കെ വിളിച്ചാൽ മതി, അച്ഛാ പിതാവേ എന്നൊക്കെ. എന്നെ ബ്രദറെ എന്നൊന്നും നീ വിളിക്കണം, നിനക്ക് അതിനുള്ള അർഹതയില്ല. ഞാൻ പുണ്യാളെന്നല്ല, ഞാൻ അനവധി പെണ്ണുങ്ങളെ കളിച്ചിട്ടുണ്ട് അച്ചോ. അതൊക്കെ അവരെനിക്ക് പൂർണ്ണ സമ്മതത്തോടെ എടുത്ത് തന്നതാണ്. അല്ലാതെ നൊണ്ണാച്ചിയും പറഞ്ഞ് ഞാൻ പെണ്ണിനെ തൊട്ടിട്ടില്ല. നീ പെണ്ണിനെ തൊട്ടിട്ടില്ല എന്ന് പറഞ്ഞല്ലേ ഇപ്പം അതിൻ്റെ ഫസ്റ്റിലെ കളിച്ച്. ഇനി എത്ര പെണ്ണുങ്ങളെ കളിച്ച ആളുടെ എക്സ്പീരിയൻസ് ആണ് അവളോട് പെർഫോം ചെയ്തതെന്ന് അവൾ എന്നോട് പറഞ്ഞു. അപ്പം കള്ളത്തരം പറഞ്ഞ് കർത്താവിൻ്റെ പേരും പറഞ്ഞ് നീ വ്യഭിചരിച്ച് നടക്കുക. ഇനി നിൻ്റെ മേലെ എപ്പോഴും എൻ്റെ ഒരു കണ്ണുണ്ടാവും. ഞാൻ എത്ര ദൂരെ ആയാലും നിന്നെ ശ്രദ്ധിക്കാൻ അവിടെ കണ്ണുകളുണ്ട്. അതുകൊണ്ട് അവൾക്ക് ഇനി മേലാൽ എൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു ശല്യം ഉണ്ടാവില്ലെന്ന് പറഞ്ഞ് നീ ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കുക. അതെന്നാത്തിനാ വെച്ചേ, അതൊരു തെളിവിനാണ്. മറ്റൊരാളിത് കാണൂല, വേറൊരു ജീവി ഇത് കാണുകയില്ല. ഇത് അവളുടെ ഒരു സേഫ്റ്റിക്കും വേണ്ടിയാണ്. പക്ഷെ ഇത് ഒരു തേർഡ് പാർട്ടി കാണുക ഒന്നുമില്ല, ഞാൻ പോലും അത് കാണൂല. പക്ഷേ ആ മെസ്സേജ് അവൾക്ക് ഒരു മണിക്കൂറിൽ കിട്ടിയിരിക്കണം. എൻ്റെ ഭാഗത്തുനിന്ന് പറ്റിപ്പോയതാണ്, ഞാൻ സഭനെ വഞ്ചിച്ച് കർത്താവിനെ വഞ്ചിച്ച്, ഇനി എൻ്റെ ഭാഗത്തുനിന്ന് സഹോദരിക്കൊരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞ് നിൻ്റെ അതേ ഭാഷയിൽ തന്നെ എഴുതിക്കോ, മലയാളത്തിൽ ടൈപ്പ് ചെയ്താണ്ട് വിടാൻ പറയും. ഇനി ഒരു മണിക്കൂറിനുള്ളിൽ നിൻ്റെ മെസ്സേജ് അവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ നിൻ്റെ ചാറ്റൊക്കെ അവളുടെ ഫോണിൽ കിടപ്പുണ്ട്. അവൾ നിന്നെ ഉപദ്രവിക്കണമെങ്കിൽ എപ്പോഴും ഉപദ്രവിക്കാം. ഇത് ഉപദ്രവിക്കാനല്ല, നീ ഇത് സ്റ്റോപ്പ് ചെയ്തതിനൊരു തെളിവിന് വേണ്ടിയാണ് പറഞ്ഞു. അല്ലാണ്ട് ഇത് കൊണ്ട് തെളിവാക്കി നിന്നെ ഇതാക്കുമെന്നല്ല. നീ അവൾക്ക് അയച്ച മെസ്സേജുകളൊക്കെ അവളുടെ ഫോണിൽ കിടക്കുന്നുണ്ട്. പക്ഷെ അവളൊരു വീട്ടമ്മയാണ്, അവൾക്ക് നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നിനക്ക് ധൈര്യം ഉണ്ടായിരുന്നു. പക്ഷെ എന്നെപ്പോലത്തെ ആൾക്കാരും അവളുടെ ബന്ധുക്കളായിട്ടുണ്ട്. എനിക്ക് പള്ളിയും പട്ടക്കാരനൊന്നുമില്ല, ഞാൻ ക്രിസ്ത്യാനിയാണ്. എൻ്റെ തലയിൽ മാമോദീസ വെള്ളം വീണ ആളൊക്കെ തന്നെ. എനിക്ക് അച്ഛന്മാരെയൊന്നും കണ്ടുകൂടാ, ഈ ആദ്യ വൃത്തിയായിട്ട സ്വഭാവം കൊണ്ടാണ്. പള്ളിയിലൊന്നും പോകാറില്ല. അതുകൊണ്ട് നീ ജാഗ്രതയായിട്ടിരുന്നു, മെസ്സേജ് അയച്ചോളാൻ പറഞ്ഞു. അതേപോലെ ഇയാൾ അവൾക്ക് മെസ്സേജ് അയച്ച്, സഹോദരി ഇനി നിൻ്റെ ഭാഗത്തു നിന്നൊരു തെറ്റും കുറ്റങ്ങളും ഉണ്ടാവില്ല, പെട്ടെന്നുള്ള ഇതിൽ പറ്റിപ്പോയതാണ്, ഞാനൊരു മനുഷ്യനായി സഭനെ ഇതിനെ ഞാൻ വഞ്ചിച്ചു, ഒരു സാധാരണ മനുഷ്യൻ്റെ നിലവാരത്തിലായിപ്പോയി, എന്നോട് ക്ഷമിക്കണം. ഞാൻ പറഞ്ഞ വേർഡ്സൊക്കെ തന്നെ എഴുതി അറ്റം വിട്ടു.
ഇതുവരെ വിളിച്ചിട്ടില്ല. 2 ആഴ്ച ആവണുള്ളൂ. ഇനി വിളിക്കൂലേ, ഇനി വിളിച്ചാൽ അവൻ്റെ കഥ അടുത്ത വീഡിയോ അതായിരിക്കും, അവർ എന്താ ചെയ്തതെന്നായിരിക്കും. ഞാനീ മണിയും കിടിയും നോക്കണ ആൾക്കാരല്ല. പിന്നെ ഇതിൻ്റെ അടിയിൽ വന്ന് തെറി പറയും. ഈ പള്ളിവക സ്ഥാപനങ്ങളിലൊക്കെ ജോലിയുള്ള ഏതെങ്കിലും ഇവന്മാരുണ്ടോ, അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അടിച്ച് മാറ്റി ജീവിക്കണം, ഇവന്മാരൊക്കെ അടിയിൽ വന്ന് തെറി പറയും. സ്ഥാപന കുറ്റം പറയും, പള്ളീനെ കുറ്റം പറയും. അങ്ങനെ ഒരുത്തന്നെ എന്നെ ഒരു ദിവസം ഫോൺ വിളിച്ചിട്ടുണ്ട്. അത് ഞാൻ അടുത്തൊരു വീഡിയോ പറയാം. ഈ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടിപ്പോയി. എന്നെ രാത്രി വിളിച്ച് ഭീഷണിപ്പെടുത്തി. ഇതേപോലെ ഒരു അച്ഛനെ പറ്റി വീഡിയോ ചെയ്തതിനാണ്. മെസ്സഞ്ചറിലെ വിളിച്ചത്. എങ്ങനെയാണ് അവൻ ആ നമ്പർ കിട്ടിയതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ അവന് കൊടുത്ത് അത് ഞാൻ പിന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പം അത്രേ ഉള്ളൂ. വികാരി അച്ഛനായാലും വികാരം വന്ന വാണടിക്കണ്ട എന്ന് വരെ പറഞ്ഞു കൊടുക്കണ ഇവന്മാരാണ് ഈ കള്ളവടി ചെയ്യണത്. മനസ്സിലായോ? വിശ്വാസമൊക്കെ നല്ലതാണ്. അമിതമായി കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ അമിതമായിട്ടും വിശ്വസിക്കുകയും ചെയ്യരുത്, വീട്ടിൽ കയറ്റുകയും ചെയ്യരുത്. വീഞ്ഞും പോർക്കൊക്കെ അടിച്ച് കയറ്റി സാമാനം എണീറ്റ് നടക്കണവന്മാർ. ഇവന്മാർക്ക് അമ്മയെന്നാ പെങ്ങളെന്നാ വീട്ടമ്മ ഒന്നുമില്ല. ഇവന്മാർക്ക് ശുക്ല അടിച്ച് ഒഴിക്കണം. പെണ്ണിൻ്റെ സാധനമായാൽ മതി. എല്ലാവരും ഞാൻ പറയില്ല, നല്ലവരുമുണ്ട്, നല്ല മനുഷ്യരൊക്കെ ഉണ്ട് അച്ഛന്മാർ. ആരാന്നറിയാം പോട്ടത്തിൽ കാണുന്നത് മരിച്ചുപോയ ആൾക്കാർ. ജീവനോടെ ഉള്ളവരൊക്കെ കുറവാണ്. മനസ്സിലായോ? ഇവരൊക്കെ നിലവാരം തകർന്ന് ഇപ്പോൾ വികാരമാണ് അടക്കി ഭരിക്കണത്, വിചാരമല്ല. ഇവരും വികാരം കീഴ്പ്പെടുത്താൻ തുടങ്ങിയെന്നാണ് എൻ്റെ ചുരുക്കം. നല്ലവരായ വൈദികർ ക്ഷമിക്കണം. നമസ്കാരം.